പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുത്തൂർ പഞ്ചായത്തിലെ മതിക്കുന്ന് JBS LP സ്കൂളിൽ ഇന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിന് ഒരു പേരിട്ടിരിക്കുന്നത് വർണ്ണക്കൂടാരം എന്നാണ്. ഒരു പക്ഷേ വർണ്ണക്കൂടാരം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വല്ല കഥകളിലേക്കൊക്കെ പോകും. പക്ഷെ കഥകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള അതിമനോഹരമായ രീതിയിലാണ് ഇന്ന് ഈ വർണ്ണക്കൂടാരത്തിൻ്റെ പ്രവൃത്തി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന് സംഘാടകർ എത്രയധികം റിസ്ക് എടുത്ത് ആണ് ഈ വർണ്ണക്കൂടാരം തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. എത്ര മനോഹരമാണ്. നമ്മുടെ കുഞ്ഞു മക്കൾ വിദ്യ അഭ്യസിക്കാൻ വരുമ്പോൾ അവർക്ക് അവരുടെ മാനസികമായ ഉല്ലാസവും അവരുടെ ശാരീരികമായ ഉല്ലാസങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ഒരു പദ്ധതിയാണ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. കേരള സർക്കാരിൻ്റെ പദ്ധതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും ഒല്ലൂർ MLA-യും റവന്യൂ മന്ത്രിയുമായ K. രാജനും പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജിത്ത് അടക്കമുള്ള വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജിത്ത് അടക്കമുള്ള ആളുകളുടെ നിരന്തരമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർണ്ണക്കൂടാരം തയ്യാറാക്കിയിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് നമുക്ക് ഈ വർണ്ണക്കൂടാരം നമ്മുടെ ഗ്രാമത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വളരെ അതിമനോഹരമായ വർണ്ണക്കൂടാരത്തെ നമുക്കൊന്ന് കണ്ട് പോവാം. ഓക്കെ. സ്റ്റേറ്റ് വാർത്തയാണ്. ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 13-ലാണ് മതിക്കുന്ന് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡും കൂടിയാണ്. ഇവിടുത്തെ സ്കൂള് വളരെയധികം കുട്ടികൾ പണ്ടുകാലത്ത് ഒട്ടേറെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് നേതൃത്വം കൊടുത്തൊരു സ്കൂളാണ്. പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഇത് വളരെ മോശപ്പെട്ട രീതിയിൽ കുട്ടികളുടെ എണ്ണം കുറയുകയും ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളിൽ വളരെയധികം കുറവ് സംഭവിച്ചത് മൂലം കുട്ടികൾ മറ്റു സ്കൂളുകളിലേക്ക് മാറിപ്പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. അത് മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ചെറിയ രീതിയിൽ ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വെച്ചു. എന്നാൽ ഈ ഭരണസമിതി കയറിയതിന് ശേഷം നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ 1 കോടി രൂപ വിദ്യാഭ്യാസ പൊതുസംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുകയും 1 കോടിയുടെ ബിൽഡിംഗ് നിർമ്മിച്ച് അവർക്ക് കുട്ടികളെ മാറ്റി വിദ്യാഭ്യാസം തുറന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ മറ്റു സൗകര്യങ്ങൾ, ടീച്ചേഴ്സിന് വേണ്ട സൗകര്യങ്ങൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട കളിയുപകരണങ്ങൾ, അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ വെച്ച്
ചുരുങ്ങിയത് ഒരു 60 കോടി രൂപയുടെ 60 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിലെ 3 സ്കൂളുകളിലേക്ക് കൂടി. പുത്തൂര് പഞ്ചായത്തിൻ്റെ കീഴിൽ 3 സ്കൂളുകളാണുള്ളത്. പൊന്നൂർ LP, അതുപോലെ ചെറുകുന്ന് LP, പുത്തൂര് LP. അങ്ങനെ 3 സ്കൂളിലത്തെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതുപോലെ തന്നെ പ്രീ പ്രൈമറിയിലേക്ക് വരുന്ന കുട്ടികളെ ആകർഷിക്കുന്നത് അവരൊരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചുറ്റുപാടുമുള്ള എല്ലാവിധ കാര്യങ്ങളും കണ്ടു മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ സർവ്വസമഗ്ര ശിക്ഷ കേരളയുടെ അവരുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രീ പ്രൈമറിക്ക് വേണ്ടിയിട്ട് ഇവിടെ വർണ്ണകൂടാരം എന്ന പദ്ധതി ഇവിടെ നിർമ്മിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുട്ടികളെ മാത്രമല്ല ചുറ്റുപാടുള്ള എല്ലാ ആളുകളും സർക്കാർ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാനുള്ള ഒരു താല്പര്യം ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ഉള്ളതിനേക്കാളും വളരെയധികം സൗകര്യപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മുടെ സ്കൂളുകളിൽ കേന്ദ്രീകരിക്കുന്നത്. അതുപോലെ തന്നെ അധ്യാപകർക്ക് വേണ്ട പരിശീലനം കൊടുത്തുകൊണ്ട് എങ്ങനെ കുട്ടികളെ പരിപാലിക്കണം എന്നുള്ളതുകൂടി ഈ തലത്തിൽ കുട്ടികളുടെ മാനസികമായിട്ടുള്ള വളർച്ചയും കൂടി എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ട്രെയിനിങ് കൂടി കൊടുത്തുകൊണ്ടാണ് ഇത്തരം പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുട്ടികളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ 3 സ്കൂളിലും നല്ല രീതിയിൽ തന്നെ കുട്ടികളുടെ വർധന ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പൊന്നൂക്കര സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തിൻ്റെ ഒരു മകുട സ്ഥാനമാണ് നമ്മുടെ ഈ പൊന്നൂക്കര സ്കൂളിനുള്ളത്. അത് നിലനിർത്തി കൊണ്ടുപോകേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെയും ഞങ്ങളുടെയൊക്കെ ആവശ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്രയധികം ഫണ്ട് വെച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. 10 ലക്ഷം രൂപയുടെ വർണ്ണക്കൂടാരം പദ്ധതിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ BRC ഒല്ലുകരയുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. സമഗ്ര ശിക്ഷ അഭിയാൻ്റെ നേതൃത്വത്തിലുള്ള 1 ലക്ഷം രൂപയുടെ ബാലപദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇത് ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ KR രാജനാണ്. അതുപോലെ തന്നെ ബാലപദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KR രവിയാണ്. ഏറെ പ്രതീക്ഷയോടും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഈ വിദ്യാലയം ഇന്നത്തെ ഈ പരിപാടിയെ കാണുന്നത്. ഇതിന് എല്ലാവിധ ആശംസകളും.